നിങ്ങളുടെ കയ്യിൽ ഒരു ഡയമണ്ട് മോതിരം ഉണ്ടെങ്കിൽ അതൊരു സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടാണ് നിങ്ങൾ വാങ്ങിയതെങ്കിൽ അത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ നുണയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് നമ്മൾ ഗിഫ്റ്റ് ചെയ്യാനും മറ്റും വാങ്ങുന്ന ഈ ഡയമണ്ടുകൾക്ക് ഇത്രയും വിലയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ലോകത്തിനെ തന്നെ ആ ഒരൊറ്റ മിഥ്യാധാരണയിൽ തളച്ചിട്ടത് ഒരൊറ്റ കമ്പനിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, DBS എന്ന കമ്പനിയെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ലോകത്തിലെ തന്നെ വളരെ പവർഫുള്ളായിട്ടുള്ള ഭരണകൂടങ്ങളെ മുഴുവൻ നിയന്ത്രിച്ച് തൻ്റെ കാൽ കീഴിൽ കൊണ്ടുവച്ചിട്ട് ഡയമണ്ട് സപ്ലൈയുടെ 90% നിയന്ത്രിച്ച ആ ഒരു കമ്പനി പക്ഷേ ഇന്ന് 130 വർഷങ്ങൾക്ക് ശേഷം ആ കമ്പനി വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. എന്താണ് DBSന് സംഭവിച്ചത്? ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു സ്കാം എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് പൊട്ടിയത്? ഇത് DBSൻ്റെ കഥയാണ്. ദ റൈസ് ആൻഡ് ഫോൾ ഓഫ് DBS. 1870 തുടക്കത്തിൽ ആഫ്രിക്കയിൽ വളരെ അധികം ഡയമണ്ടുകൾ കണ്ടെത്താൻ തുടങ്ങി. ഡയമണ്ട് ഖനികൾ ഒരുപാട് കണ്ടെത്താൻ തുടങ്ങി. ഡയമണ്ട് ഖനികളിൽ നിന്ന് ഒരുപാട് ഡയമണ്ടുകൾ മാർക്കറ്റിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സെസിൽ റോഡ്സ് എന്ന പേരുള്ള ഒരാൾക്ക് ഒരു കാര്യം മനസ്സിലായത്. ഡയമണ്ട് ഇങ്ങനെ ഒരു കൺട്രോൾ ഇല്ലാത്ത സപ്ലൈയിലാണ് വരുന്നതെങ്കിൽ ഡയമണ്ടിന് വലിയ വിലയൊന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ ഈ ഒരു പ്രൈസ് നിയന്ത്രിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇതിനെ ഒരു പ്രീമിയം സെഗ്മെൻറ്റിലോട്ട് കൊണ്ടുവരണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അത് മറ്റൊന്നുമല്ല, സപ്ലൈ കൺട്രോൾ ചെയ്യുക എന്നത് മാത്രമാണ്. അങ്ങനെ വളരെ സ്ട്രാറ്റജിക്കലി ആയിട്ട് അദ്ദേഹം ആഫ്രിക്കയിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ഖനികളും, അതായത് മൈൻസ് എല്ലാം വാങ്ങി തുടങ്ങി. അങ്ങനെ 1888 DBS എന്ന സ്ഥാപനം ജനിച്ചു. ഇദ്ദേഹം ഒരുപാട് ഡയമണ്ടുകൾ അവിടെ നിന്ന് മൈൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ഇവർ ഇതെല്ലാം മാർക്കറ്റിലേക്ക് സപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇവർ ഇതൊക്കെ കൂടെ ലണ്ടനിലുള്ള ഒരു വോൾട്ടിൽ അല്ലെങ്കിൽ ഒരു സ്റ്റോറേജിൽ കൊണ്ടുവച്ചു. അങ്ങനെ ഇദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇവർ ഡയമണ്ടുകൾ മൈനിൽ നിന്ന് ഒരുപാട് കിട്ടുന്നുണ്ടെങ്കിലും ഇതൊക്കെ ശേഖരിച്ച് ഒരു സ്ഥലത്ത് വെച്ചിട്ട് വളരെ മിതമായ രീതിയിൽ മാത്രം സപ്ലൈ മാർക്കറ്റിലോട്ട് ഇറക്കിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ മാർക്കറ്റിലുള്ളവർ വിശ്വസിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഡയമണ്ടുകൾ വളരെ അപൂർവമായിട്ടേ ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ആർട്ടിഫിഷ്യൽ സ്കേസിറ്റി കാരണം ഇതിൻ്റെ പ്രൈസ് കുത്തനെ കൂടാൻ തുടങ്ങി. 1930 ദ ഗ്രേറ്റ് ഡിപ്രഷൻ വന്നതോടെ ഡയമണ്ട് എന്ന് പറയുന്ന ഒരു ലക്ഷറി ഉൽപ്പന്നത്തിന് യാതൊരു രീതിയിലുള്ള ഡിമാൻഡും ഇല്ലാതിരുന്നു. ഇങ്ങനെ ഡിമാൻഡ് ഇല്ലാതിരുന്നതോടെ DBSൻ്റെ സെയിൽസ് വളരെ കുറയാൻ തുടങ്ങി. അപ്പോഴാണ് നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ മാർക്കറ്റിംഗ് തന്ത്രം DBS പുറത്തെടുക്കുന്നത്. വർഷം 1947. ന്യൂയോർക്കിലെ എയർ എന്ന് പറയുന്ന ഒരു പരസ്യ കമ്പനിയായിട്ട് DBS കൈകോർത്തു. ആ ഒരു ടീമപ്പിൽ നിന്നാണ് അവർക്ക് ആ നൂറ്റാണ്ടിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആ ഒരു പരസ്യവാചകം കിട്ടുന്നത്. എ ഡയമണ്ട് ഈസ് ഫോർ എവർ. ഒരു ഡയമണ്ട് എന്നേക്കുമുള്ളതാണ്. സ്നേഹം പ്രകടിപ്പിക്കാൻ ഡയമണ്ട് വേണം. പ്രപ്പോസ് ചെയ്യാൻ ഡയമണ്ട് വേണം. കല്യാണം കഴിക്കുന്ന മോതിരത്തിൽ, അതായത് നമ്മുടെ എൻഗേജ്മെൻറ്റ് റിങ്ങിലോ വെഡ്ഡിങ് റിങ്ങിലോ ഡയമണ്ട് വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ DBS ഈ ഒരു പരസ്യ കമ്പനിയുമായിട്ട് ചേർന്നിട്ട് പ്രചരിപ്പിക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ഇവർ മറ്റൊരു കാര്യം കൂടെ ചെയ്തു. അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഹോളിവുഡ് സിനിമകളിൽ ഈ ഡയമണ്ടിൻ്റെ സാന്നിധ്യം വളരെയധികം കൂട്ടാൻ തുടങ്ങി. അതായത് ഹീറോയിന് ഡയമണ്ട് നൽകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ചെയ്യാൻ തുടങ്ങി. പ്രണയം പ്രകടിപ്പിക്കാൻ ആകെക്കൂടെ ഒരേ വഴിയുള്ളൂ, അത് ഡയമണ്ട് വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ DBS എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന് സാധിച്ചു. അവർ ചെയ്ത മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർ ഒരു കാര്യം പറഞ്ഞ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റിലൂടെ ഒരു കാര്യം ആൾക്കാരുടെ മനസ്സിലോട്ട് വളരെയധികം കുത്തി നിറച്ച് വെച്ച ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലില്ല, പക്ഷേ US UK പോലുള്ള സ്ഥലങ്ങളിൽ ഒരു ആണിൻ്റെ 2 മാസത്തെ സാലറി ആയിരിക്കണം അയാൾ വാങ്ങുന്ന ഡയമണ്ടിൻ്റെ വില എന്ന് പറയുന്നത് എന്നുള്ള രീതിയിലാക്കി. അതായത് സപ്പോസ് എനിക്കിപ്പോൾ 10 ലക്ഷം രൂപയാണ് മാസ ശമ്പളമെങ്കിൽ ഞാൻ 20 ലക്ഷം രൂപയുടെ ഡയമണ്ട് വാങ്ങണമെന്നർത്ഥം. ഞാനിപ്പോൾ 2 ലക്ഷം രൂപയുടെ ഡയമണ്ടാണ് വാങ്ങുന്നതെങ്കിൽ ഞാൻ പ്രപ്പോസ് ചെയ്യാൻ പോകുന്ന പെണ്ണിനറിയാം എനിക്ക് മാസ ശമ്പളം 1 ലക്ഷം രൂപയേ ഉള്ളൂ എന്നുള്ളത്. ഒരു എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞത്. ഇത് ഇങ്ങനെയുള്ളൊരു സ്റ്റോറി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കാര്യം DBS വളരെ ഒച്ചത്തിൽ പരസ്യത്തിലൂടെ ആൾക്കാരിലേക്ക് എത്തിച്ചു. അതോടെ തന്നെ ആൾക്കാരുടെ മനസ്സ് മാറി, ആൾക്കാർ ഡയമണ്ടിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ഒരു കല്യാണമോ നിശ്ചയമോ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു കല്യാണ എൻഗേജ്മെൻറ്റോ വരുമ്പോൾ സ്ത്രീകൾ ആദ്യമായിട്ട് അവരുടെ പുരുഷനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഒരു വലിയ തിളക്കമുള്ള ഒരു ഡയമണ്ട് സ്റ്റോൺ ആയിട്ട് മാറി. അങ്ങനെയാണ് ആ മാർക്കറ്റിംഗ് തന്ത്രത്തിലൂടെ ഡയമണ്ടിൻ്റെ കച്ചവടം ഈ ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ ടൈമിൽ കൂടിയും
ഡി ബി എസ് പതിയെ പതിയായിട്ട് ആൾക്കാരുടെ മനസ്സിലേക്ക് കയറിയിരുന്ന് അവരുടെ കയ്യിലുള്ള പൈസ വാങ്ങാൻ തുടങ്ങിയത്. പതിറ്റാണ്ടുകളോളം ഡയമണ്ട് മാർക്കറ്റിനെ ശരിക്കും പറഞ്ഞാൽ ഭരിച്ചുകൊണ്ടിരുന്നത് ഡി ബി എസ് മാത്രമായിരുന്നു. ആർക്ക് എത്ര ഡയമണ്ട് കൊടുക്കണം, എത്ര വിലയിലുള്ള ഡയമണ്ട് കൊടുക്കണം, എത്ര മാർജിൻ വെച്ചിട്ട് ഡയമണ്ട് കൊടുക്കണം എന്നൊക്കെ തീരുമാനിച്ചിരുന്ന ഡി ബി എസ് ഒരാൾക്കാർ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഡി ബി എസ് എന്ന് പറയുന്ന ബ്രാൻഡ് ഡയമണ്ട് മാർക്കറ്റിലെ കിരീടം വെച്ച രാജാവായിട്ട് മാറി. പക്ഷെ 1990കളുടെ ആ ഒരു സമയങ്ങളിൽ ഇവരുടെ ഈ ഒരിക്കലും തകർക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച ആ കോട്ടകളിൽ ചെറിയ ചെറിയ വിള്ളലുകൾ വീഴാൻ തുടങ്ങി. വിള്ളലുകൾ വീഴുന്നതിന് 2-3 കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, ബ്ലഡ് ഡയമണ്ട് എന്ന് പറയുന്ന കാര്യം. ബ്ലഡ് ഡയമണ്ട് എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മാഫിയ സംഘങ്ങൾ ചെറിയ കുട്ടികളെയും വലിയ മുതിർന്ന ആൾക്കാരെയും വെച്ചിട്ട് ഇല്ലീഗലായിട്ട് മൈൻ ചെയ്യുന്ന റിവർ മൈനിങ് അല്ലെങ്കിൽ അലൂവിയൽ മൈനിങ് എന്ന് പറയുന്ന ഒരു മൈനിങ് രീതിയിലൂടെ ഡയമണ്ട് ഇല്ലീഗലായിട്ട് സോഴ്സ് ചെയ്യുന്ന ഒരു പരിപാടി തുടങ്ങി. ഇതിന് ഇപ്പോൾ ബ്ലഡ് ഡയമണ്ടിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്യാൻ പറ്റും. ഈ ഒരു വീഡിയോ വളരെ ലെങ്തി ആയി പോകും, അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്ലഡ് ഡയമണ്ട് എന്നുള്ള പേരിൽ തന്നെ ലിയാനോ ഡിക്കാപ്രിയോൻ്റെ ഒരു മൂവി അവൈലബിൾ ആണ്. ഒരു സൂപ്പർ മൂവിയാണ്, തീർച്ചയായിട്ടും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ഈ ഒരു ബ്ലഡ് ഡയമണ്ടിലൂടെ ഈ വരുന്ന അവർ ഇത്രയും പ്രണയത്തിൻ്റെ ഒരു സാഫല്യമായിട്ട് കാണുന്നതും പ്രണയത്തിൻ്റെ അടയാളമായിട്ട് കാണുന്നതും ഈ ഒരു ഡയമണ്ട് എന്ന് പറയുന്ന സാധനം ചോര പുരുണ്ട കലുഷിതമായ സാഹചര്യങ്ങളിലൂടെ വരുന്ന ഒന്നാണ് എന്നുള്ള സത്യം ആൾക്കാർ ചെറുതായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങി. അതായിരുന്നു അവരുടെ പെട്ടിയിലെ ആദ്യത്തെ ആണി എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ഓസ്ട്രേലിയ, കാനഡ പോലുള്ള സ്ഥലങ്ങളിൽ പുതിയതായിട്ടുള്ള ഡയമണ്ട് മൈൻസ് കണ്ടുപിടിക്കാൻ തുടങ്ങി. ഇത് ഡിബിയേഴ്സിന് വാങ്ങാൻ പറ്റിയില്ല. ഡിബിയേഴ്സിൻ്റെ കൈകളിൽ നിന്നും പുറത്ത് ഉള്ള ആൾക്കാർ ഇത് വാങ്ങിയിട്ട് അവിടുന്ന് ഡയമണ്ട് സോഴ്സ് ചെയ്യാൻ തുടങ്ങി. അതോടെ തന്നെ ഡിബിയേഴ്സിന് മാർക്കറ്റിലുണ്ടായിരുന്ന 90-95% സപ്ലൈ ചെയ്യാനുള്ള ആ ഒരു പവർ ഇതോടെ നഷ്ടപ്പെടാൻ തുടങ്ങി എന്നുള്ളതാണ് സത്യം. പക്ഷേ ഡിബിയേഴ്സിൻ്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി വീഴുന്നത് ലാബ് ഗ്രൗൺ ഡയമണ്ട് എന്നുള്ള ഒരു സാധനത്തിൻ്റെ വരവോടുകൂടിയാണ്. ഇത് ഒരു ചെറിയൊരു സയൻസ് ഫിക്ഷനിൽ കുറഞ്ഞതായിട്ടുള്ള മറ്റൊരു രീതിയിൽ നമുക്ക് ഈ കഥ പറയാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. ലാബ് ഗ്രൗൺ ഡയമണ്ടിനെ പറ്റിയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലുമായിട്ട് വീഡിയോയും ഷോർട്സും അവൈലബിൾ ആണ്, തീർച്ചയായിട്ടും കാണുക. ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് ഈ ഒരു വീഡിയോയിലും കൂടെ പറയുന്നില്ല. കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഭൂമിയുടെ മാൻറ്റിൽ സ്ഥലങ്ങളിൽ പ്രഷറും ടെമ്പറേച്ചറും സഹിച്ചുകൊണ്ട് ഉണ്ടായി വരുന്ന ഈ അപൂർവ രത്നം ഒരു ചെറിയൊരു ലബോറട്ടറി റൂമിൽ കുറച്ച് സയൻറ്റിസ്റ്റുകൾ കൂടി നിർമ്മിച്ചു. അതോടുകൂടിയിട്ട് നമ്മ ഈ പറയുന്ന ഡിബിയേഴ്സ് എന്ന് പറയുന്ന ബ്രാൻഡ് ശരിക്കും പറഞ്ഞാൽ പേടിയിലായി. അവരുടെ സാമ്രാജ്യത്തിനെ കഴിയാവുന്നത്ര രീതിയിൽ കെട്ടിപ്പിടിക്കാൻ നോക്കി. പക്ഷേ അവരുടെ കൈകളിൽ നിന്ന് അത് ഊർന്നു പോയിക്കൊണ്ടേയിരുന്നു. ലാബ് ഗ്രൗൺ ഡയമണ്ടുകൾക്ക് സാധാരണയായിട്ട് നാച്ചുറൽ ഡയമണ്ടിനെ അപേക്ഷിച്ചിട്ട് 50% അതിലധികമോ വില കുറവാണ്. അതായത് 1 ലക്ഷം രൂപയുടെ ഡയമണ്ടാണ് നിങ്ങൾ വാങ്ങുന്നത് എങ്കിൽ, നാച്ചുറൽ ഡയമണ്ട് ആണെങ്കിൽ ലാബ് ഗ്രൗൺ ഡയമണ്ടിന് 50,000 രൂപയോ അതിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വരുന്ന ഈ ഒരു ന്യൂ ജനറേഷൻ, ഈ യുവതലമുറക്ക് ശരിക്കും പറഞ്ഞാൽ അവർ പ്രൈസ് സെൻസിറ്റീവ് ആണ് എന്ന് മാത്രമല്ല, അവർ വളരെ ബുദ്ധിപൂർവമായിട്ടാണ് അവരുടെ പർച്ചേസിങ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഒരേപോലെ ഇരിക്കുന്ന ഒരു മാറ്റവും ഇല്ലാത്ത കല്ലുകളിൽ എന്തിനാണ് നമ്മൾ 100% എക്സ്ട്രാ കൊടുക്കുന്നത്, അല്ലെങ്കിൽ 100-നേക്കാളും മുകളിൽ ശതമാനം എക്സ്ട്രാ കൊടുക്കുന്നത്, പൈസ കൊടുക്കണ്ടേ എന്നുള്ളത് ആലോചിച്ചുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ലാബ് ഗ്രൗൺ ഡയമണ്ടിലേക്കാണെന്നുള്ളത് ഒരു സത്യമാണ്. അത് നിങ്ങൾക്ക് പലർക്കും അറിയാം. നമ്മുടെ തന്നെ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ആയിട്ടുള്ള ഒരുപാട് പേര് എൻ്റെ കയ്യിൽ നിന്ന് ലാബ് ഗ്രൗൺ ഡയമണ്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ലാബ് ഗ്രൗൺ ഡയമണ്ടിൻ്റെ ഡിമാൻഡ് ഉയർന്നിട്ടുള്ള ഒരു വർഷം ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിട്ടില്ല. 2025 ശേഷം ഒരുപാട് ലാബ് ഗ്രൗൺ ഡയമണ്ടിൻ്റെ ഡിമാൻഡ് ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു സത്യം. ഇതോടുകൂടിയിട്ട് മാർക്കറ്റിൽ അവർക്കുള്ള ആധിപത്യം കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു കഴിഞ്ഞു. അങ്ങനെ ഡിബിയേഴ്സിൻ്റെ പാരന്റ് കമ്പനി ആയിട്ടുള്ള ആംഗ്ലോ അമേരിക്കൻ കമ്പനി ഒരു പ്രഖ്യാപനം നടത്തി. ഡിബിയേഴ്സ് അവർ വിൽക്കാൻ പോവുകയാണ്. കാരണം അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഇപ്പോൾ ഉള്ളത്. അവർ വിചാരിച്ച പോലെയല്ല കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. അവരുടെ എക്സ്പെൻസ് കൂടുകയും പ്രോഫിറ്റ് കുറയുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർ ഇൻറ്റേർണലി സംസാരിക്കുന്ന കാര്യം. ഡിബിയേഴ്സ് ലാബ് ഗ്രൗൺ ഡയമണ്ടിലോട്ടും ചുവട് വെക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ അത് പാളിപ്പോയി. അവരതിൽ നിന്നും പിന്നോട്ട് വന്നു. കൂടുതലായിട്ട് നാച്ചുറൽ ഡയമണ്ടിൽ തന്നെ അവർ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അതൊന്നും വർക്കൗട്ടായില്ല എന്നുള്ളതാണ് ഒരു സത്യം. അതോടെ 2024-26 ഇടയിൽ അവരൊരു കാര്യം തീരുമാനിച്ചു. അവർ ഈ ബിസിനസ്സിൽ നിന്നും പുറകോട്ട് പോവുകയാണ്. അവർ ഈ ഡയമണ്ട് ബിസിനസ് നിർത്തുകയാണ്.
ഒരു കാലത്ത് ഈ ലോകത്തിലെ വാണിജ്യം തന്നെ ജ്വല്ലറി മേഖലയിലെ ഏറ്റവും വളരെ ശക്തിയായിരുന്ന ഡിബിയേഴ്സ് എന്ന സാമ്രാജ്യം ഇന്ന് ചില്ലിക്കാശിന് പോലും വാങ്ങാൻ ആളില്ലാണ്ട് വെറുതെ ഇരിക്കുന്നൊരു സത്യമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ബിസിനസ് രംഗത്ത് ആൾക്കാർക്ക് പഠിക്കാനുള്ളൊരു കാര്യം കൂടിയാണ് റൈസ് ആൻഡ് ഫോൾ ഓഫ് ഡിബിയേഴ്സ് എന്ന് പറയുന്നത്. കാലത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ കാലം നമ്മളെ തന്നെ അവിടെ നിന്ന് മാറ്റും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഡിബിയേഴ്സിൻ്റെ കഥ. അപ്പം ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ ഒന്നുകൂടെ കടന്നു വരികയാണ്. നിങ്ങളുടെ കയ്യിൽ ഡയമണ്ട് ഉണ്ടെങ്കിൽ ആ ഡയമണ്ടിൻ്റെ യഥാർത്ഥ വില എന്താണ്? അത് പ്രണയത്തിൻ്റെ വിലയാണോ, അല്ല പതിറ്റാണ്ടുകളായി തലമുറകളായിട്ട് ഡിബിയേഴ്സ് എന്നുള്ള ഒരു വമ്പൻ കമ്പനി നമ്മളെ പഠിപ്പിച്ച ഒരു മിഥ്യാധാരണയാണോ? ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഏതാണ് ചൂസ് ചെയ്യുക? നാച്ചുറൽ ഡയമണ്ട് ആണോ അതോ ലാബ് ഗ്രോൺ ഡയമണ്ട് ആണോ എന്നുള്ളതും കൂടെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പേജ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് കാത്തിരിക്കാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും നമസ്കാരം.